യുവർ 110 ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇന്റർനാഷണൽ കോളോ? എനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചാൽ എന്നെ അറസ്റ്റ് ചെയ്യാം. നിന്നെ ഞാൻ നല്ലൊരു സെൻട്രൽ ജയിലിൽ താമസിപ്പിക്കും. മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം നീക്കം തുടങ്ങി. ഒരക്ഷരം പോലും തെറ്റിയില്ല. ഇത് കാണുന്ന ഇവര് മുഖം എന്ന് പറയുന്നത് അട്ടർ നോൺസെൻസ് ആയിട്ടുള്ള ഒരു മുഖമാണ് അയാൾക്കുള്ളത്. മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല മാന്യനായിട്ട് നടക്കും, പക്ഷെ ആള് മഹാപഴയായിരിക്കും. തീർച്ചയായിട്ടും അത് പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം, അങ്ങനെയുള്ള ആളുകളെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളും ആവശ്യപ്പെടുന്നത്. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം നീക്കം തുടങ്ങി. ഞാൻ കുറ്റവാളിയാണെന്ന് പോലീസിന് ബോധ്യപ്പെട്ടാൽ മതി. പോലീസ് ബോധ്യപ്പെട്ട് കോടതി റിമാൻഡ് ചെയ്യും, ഞാൻ കിടക്കേണ്ടി വരും. കാലെടുത്ത് കുത്തി കിടപ്പാടം പോയി. അത് എന്റെ ജാതകത്തിന്റെ കുഴപ്പമില്ല, അതിന്റെ കയ്യിലിരിപ്പിന്റെ കുഴപ്പമാണ്. കണ്ട പെണ്ണുങ്ങളെ കയറി പിടിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? ഇന്നലെ വരെ ട്രാക്ക് ചെയ്തിരുന്ന പ്രതി ഇന്ന് കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ എവിടെ പോയി? എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത്. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം നീക്കം തുടങ്ങി. തൂക്കിയെടുത്ത് വണ്ടിയിലോട്ട് ഇടോ. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം, ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ.